അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ മതേതരത്വ മുന്നേറ്റങ്ങളിൽ മുൻനിരയിൽ നിന്ന് നയിച്ച പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പകരം വെക്കാനില്ലാത്ത ബാബാ സാഹിബ് അംബേദ്കറിനെ പോലെ ഇന്ത്യയുടെ തകർന്നടിഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി സ്വാതന്ത്ര്യ സമര കാലയളവ് മുതൽ മരണം വരെയും പോരാടിയ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം രാഷ്ട്രത്തിനായി നൽകിയ സംഭാവനകൾ വിലമതിക്കുന്നതിനപ്പുറമാണ്. 1948 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനും 1952 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനും അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. 1947 സ്വാതന്ത്ര്യ സമര കാലയളവിൽ കേന്ദ്ര വിദ്യാഭ്യാസ ബജറ്റ് 2 കോടിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലയളവ് അത് 30 കോടിയിലധികമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയായ IIT എന്ന ആശയവും അതിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഇങ്ങനെ നിരവധി സംഭാവനകൾ അദ്ദേഹം രാഷ്ട്രത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഫ്രഞ്ച് എൻസൈക്ലോപീഡിസ്റ്റുകളെ ഓർമ്മ വരാറുണ്ടായിരുന്നു. അത്രമേൽ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹി വാസ് 15 വെൻ ഹി വാസ് ബേൺ. അദ്ദേഹം ശിശുവായിരിക്കുമ്പോൾ തന്നെ 50 വയസ്സിൻ്റെ ജ്ഞാനമുണ്ടായിരുന്നു എന്നാണ് സരോജിനി നായിഡു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അറിവിൻ്റെ ഖജനാവ് സ്വായത്തമാക്കിയ മഹാപണ്ഡിതനായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ഈ മഹാപ്രതിഭയെ രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ചു. അദ്ദേഹം രാഷ്ട്രത്തിനായി സമർപ്പിച്ച സേവനങ്ങളെ പരിഗണിച്ച് രാഷ്ട്രം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു.